ഹലോ ഗൈസ്, നമ്മളിന്നൊരു ഗാർഡനിലോട്ടാണെന്ന് പോകുന്നത് വിചാരിക്കില്ലേ, ഒരു ഫോറസ്റ്റിലോട്ടാണെന്ന് വിചാരിക്കരുത്. നമ്മളൊരു മലയുടെ മുകളിലാണ് കയറുന്നത്. ആ മലയാണ് ചൊക്രമുടി പീക്ക്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ചൊക്രമുടി എന്ന മൂന്നാറിലെ ഗ്യാപ്പ് റോഡിൻ്റെ സൈഡിൽ സ്ഥിതി ചെയ്യുന്നൊരു മൗണ്ടനാണ് ചൊക്രമുടി എന്ന് പറയുന്നത്. ഇതൊരു അടിപൊളി മൗണ്ടനാണ്. ട്രക്ക് ചെയ്യേണ്ട അടിപൊളി എക്സ്പീരിയൻസ് ആണ് അവിടെ. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് 500 രൂപയാണ് ടിക്കറ്റ് കോസ്റ്റ് വരുന്നത്. നമ്മൾ ഫോറസ്റ്റിൻ്റെയാണ്. അപ്പം ആ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ കയറുവാണ് കേട്ടോ. അടിപൊളി എന്ന് പറയാം, അടിപൊളി എന്ന് പറയാം. 2-2.5 മണിക്കൂർ എടുത്തിട്ട് കയറി ഇറങ്ങിയ, അതും നട്ടുച്ചയ്ക്ക് കയറി ഇറങ്ങിയ മലയാണ് ഞങ്ങളിത്, ചൊക്രമുടി. എപ്പോഴും നല്ലത് ഇവിടെ മോർണിംഗ് വരുന്നതാണ്, മോർണിംഗോ ഈവനിങ്ങോ. പക്ഷേ ഈവനിങ്ങിനേക്കാളും നല്ലത് മോർണിംഗ് തന്നെ ആയിരിക്കും കേട്ടോ. ആകുമ്പോൾ റഷായിട്ടുള്ള രീതിയിൽ വന്ന് കയറി ഇറങ്ങി പോകാൻ പറ്റും. പക്ഷെ ഗായ്സ്, ആ ട്രക്കിങ് കുറച്ച് ഹാർഡായിട്ടുള്ള ട്രക്കിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രക്കിങ്ങാണ് ചൊക്രമുടി മൗണ്ടൻ എന്ന് പറയുന്നത്. ഇതുപോലെ മൂന്നാറിൻ്റെ തേയിലത്തോട്ടവും അതുകൂടാതെ ഇതുപോലെ ട്രെക്കിംഗ് ഏരിയാസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് അടിപൊളി ഫോട്ടോസും എടുത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സൂപ്പർ ഒരു ട്രെക്കിംഗ് എക്സ്പീരിയൻസിനാണ് ചൊക്രമുടി എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന പോലത്തെ വെറൈറ്റി ചെടികളുണ്ട് ഇവിടെ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കുറച്ച് മഴയൊക്കെ പെയ്യുന്ന സമയങ്ങളിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന ഗ്യാപ്പ് റോഡാണ്. ഗ്യാപ്പ് റോഡിൻ്റെ നല്ല അടിപൊളി വ്യൂ ആണ് മാൻ ഈ ചൊക്രമുടി പീക്കിൽ നിന്ന് കിട്ടുന്നത്. ചൊക്രമുടി എന്ന് പറയുന്നത് ഒരു വലിയ മൗണ്ടൻ ആണെന്ന് ഇത് കയറി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഇത് ഒരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിന് ഈ ഒരു മൗണ്ടൻ അറിയപ്പെടുന്നത് ഇവിടുത്തെ 4 മലകൾ മൂലമാണ്. ഓക്കെ, ഇത് നമ്മൾ കാണുന്ന പോലെയല്ല, ഇത് ആദ്യത്തെ മലയാണ് ഈ കുരിശ് കാണുന്നത്. എല്ലാവരും ഇവിടെ വരെയൊക്കെ വന്നിട്ട് പോകാറാ പതിവ്. നമ്മൾ കുറച്ച് വെറൈറ്റിക്ക് അപ്പുറത്തേക്കുള്ള മൗണ്ടൻസിലൂടെ നമ്മളങ്ങ് പോകാൻ തീരുമാനിച്ചു. പക്ഷേ ഇത് 4 മലയോട് നമുക്ക് അറിയത്തില്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ വിചാരിച്ച ഓപ്പോസിറ്റ് കാണുന്ന ആ മൗണ്ടനും മാത്രമേ ഉള്ളൂ എന്ന് കരുതിയാണ് ഞങ്ങളത് ഈ മല കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ എങ്കിൽ ഗായ്സ്, ആക്ച്വലി ഇത് 4 മലയാണ്. നമ്മൾ അവിടെ വരെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. സോ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഹാർഡായിട്ടുള്ളൊരു അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു ട്രക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല എക്സ്പീരിയൻസ്. പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മൾ വളരെയധികം ഡിപ്രസ്ഡ് ആണെങ്കിൽ, നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് ലൈഫിനോട് ഒരു സന്തോഷം തോന്നുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഈ മലയും കയറിക്കും. ആ സന്തോഷമൊക്കെ ആ കയറി മുകളിൽ ചെന്ന് ഇറങ്ങുമ്പോഴത്തേന് വന്നോളൂ. കാരണം അമ്മാതിരി ട്രക്കാണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ ഇതൊരു ഫോറസ്റ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ഈ ആദ്യത്തെ മല കയറി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മലയിട്ട് പോകുന്ന സൈഡിലൊരു ഫോറസ്റ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഏരിയ ആണിത്. കയറി കഴിയുമ്പോൾ സ്വല്പം പേടിയൊക്കെ തോന്നും കേട്ടോ. എനിക്കും പേടിയൊക്കെ തോന്നിയായിരുന്നു. അതുകൊണ്ട് ഇവിടെ വല്ല മൃഗങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള പേടിയിലാണ് നമ്മൾ ഇവിടെ പോയത്. പക്ഷെ ഭാഗ്യത്തിനുണ്ടായില്ല. നിങ്ങൾ കാണുന്ന പോലെ തന്നെ വൈബ് ഏരിയ ആണിത്. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് പോരാട്ടോ ചൊക്രമുടിയിലോട്ട്. അപ്പോൾ ആ ഫോറസ്റ്റ് ഏരിയയൊക്കെ നമ്മൾ തള്ളി മാറ്റി നടന്ന് കയറി നമ്മളിത് ആ മലയുടെ മുകളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ കാര്യമൊന്നുമില്ല, കുറച്ച് കഷ്ടപ്പാടാണ്. നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്. വിചാരിച്ച പോലൊന്നുമല്ല മാൻ. വെറുതെ അല്ല, താഴേന്ന് അവർ 2 കുപ്പി വെള്ളം, ഓരോരുത്തർക്ക് ഓരോ കുപ്പി വെള്ളവും 2 ബിസ്ക്കറ്റ് പാക്കും നമുക്ക് തന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഈ കാണുന്നതാണ് മല. ആ മല കയറി കഴിഞ്ഞപ്പോഴാണ് ഈ മല നമ്മൾ കണ്ടത്. ഇതൊരു അടിപൊളി, അധികം ആൾക്കാരും എക്സ്പീരിയൻസ് ചെയ്ത സ്പോട്ടാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്ര ഏരിയയും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് എത്തി കേട്ടോ. കാണുമ്പോൾ സിമ്പിളാന്ന് പറഞ്ഞാൽ നമ്മൾ പാടെ വിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനത്തെ ചെടികളൊക്കെ കാണാൻ പറ്റും, അടിപൊളി പൂക്കൾ. ഈ വേനൽ സമയത്തല്ലാത്ത സമയത്താണ് വരുന്നതെങ്കിൽ ഗായ്സ് ഇതൊരു ഗാർഡൻ്റെ സ്വർഗ്ഗമാണ്. അപ്പോൾ പൂക്കൾ ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായിട്ട് ഈ മലമുണ്ടേ വലിഞ്ഞ് കയറുക. അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷൻസിലോട്ട്, ഫൈനലായിട്ടുള്ള അമൗണ്ടിലോട്ട് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ് വശം. ഇത് നമ്മൾ മോർണിംഗ് ടൈമിലൊക്കെയാണ് വരുന്നതെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഇപ്പോൾ കൊളുകുമലയിലേക്ക് കിട്ടുന്ന പോലത്തെ ഒരു വ്യൂ ഇവിടെയും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഈ മേഘങ്ങളുടെയൊക്കെ വളരെ ഒരു ക്ലൗഡഡ് ആയിട്ടുള്ള ഏരിയാസ് ഇവിടെ ഉണ്ട്. നിങ്ങൾ ഈ നേരെ കാണുന്ന അവിടെ കുറച്ച് വെള്ളം പോലെ കാണുന്നില്ലേ, അതാണ് ഇടുക്കി ഡാം വരിക. അതായത് ചൊക്രമുടി പീക്കിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ഇടുക്കി ഡാം കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം ചില്ലൊക്കെ അടിച്ചിരുന്നിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. എന്തായാലും നമുക്ക് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നിങ്ങളും ധൈര്യമായിട്ട് വരിക.